കോഴ്സ് സ്പോൺസർഡ് ബൈ കല്യാൺ സിൽക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. ക്ലാസിക് സിൽക്സ്, ക്ലാസിക് ജംഗ്ഷൻ, കൊടുവായൂർ. യശോറാം സിൽവർ മാൾ, കോർട്ട് റോഡ്, പാലക്കാട്. കല്യാൺ ജുവലേഴ്സ്, കാരണം എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു വജ്രം എന്ന മോഹം. MK സിൽക്സ്, TB റോഡ്, പാലക്കാട്. ഇനി വർണ്ണങ്ങളിൽ വിരിയട്ടെ സ്വർണത്തിൻ പൊൻതിളക്കം. ഡ്രസ് വേൾഡ്, ഓൺലി അറ്റ് TB റോഡ്, പാലക്കാട്. ദ വേൾഡ് ഓഫ് ഫാഷൻ. നമസ്കാരം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടിയിൽ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ താഴെത്തട്ടിൽ എത്തിയിട്ടില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് MP പറഞ്ഞു. ഷൊർണൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണായി JVSലെ PM ജയ തെരഞ്ഞെടുക്കപ്പെട്ടു. തത്തമംഗലം SM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ വിജയോത്സവം ADM ബാലഗണപതി ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലന പരിപാടി നൽകി. നെന്മാറയിൽ നേതാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് യൂണിവേഴ്സിറ്റി അംഗീകാരം ലഭിച്ചതായി കോളേജ് ചെയർമാൻ ഫൽഗുനൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. അട്ടപ്പാടിയിൽ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ താഴെത്തട്ടിൽ എത്തിയിട്ടില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് MP പറഞ്ഞു. അട്ടപ്പാടി സന്ദർശിച്ച ശേഷം പാലക്കാട് എത്തി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വൃന്ദ കാരാട്ട്. അട്ടപ്പാടിയിലെ 250 ആദിവാസികളുമായി സംസാരിച്ചു. പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കിയില്ല. 35 കിലോ അരി നൽകാമെന്ന് പറഞ്ഞതും തൊഴിലുറപ്പ് പദ്ധതി വേതന കുടിശ്ശിക നൽകിയിട്ടില്ലെന്നും വൃന്ദ കാരാട്ട് MP പറഞ്ഞു. We had heard that the Chief Minister on the floor of the Assembly also, and when he came here, and also the Union Minister for Rural Development, Jairam Rameshji, had also come. And we had heard that they had taken the issue very seriously and they were intervening. But what we saw today in Attapadi completely belies the assurances which have been made. It seems it is only words and no action. Today we went to 3 areas in which we must have met about 250, I think, about 250 people today, mainly women and some elderly citizens, some male elderly citizens. There is no coordination whatsoever between the Health Ministry and the Tribal Affairs Department. So these are some of the very disturbing things that we saw. Therefore, on the basis of what we have seen today, our delegation, we will again, when they go to Trivandrum, they will give a memorandum to the Chief Minister and to the opposition leaders in the State Assembly to inform them that the package which is being announced is actually nowhere to be seen in the huts of Attapadi. So this is a very unfortunate thing, and certainly I shall, when I return to Delhi also, I shall give our findings and all the other information that we have, so that the central government also should know what the actual situation is in a state which is led by the UDF in Kerala. ഷൊർണൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണായി JVSലെ PM ജയ തെരഞ്ഞെടുക്കപ്പെട്ടു. ജയയ്ക്ക് 20 വോട്ടും കോൺഗ്രസിലെ M ഷീനയ്ക്ക് 8 വോട്ടും BJP സ്ഥാനാർത്ഥി നജിതയ്ക്ക് 3 വോട്ടും ലഭിച്ചു. CPIയിലെ ഒരംഗവും SDPIയിലെ ഒരംഗവും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. JVS CPIMുമായി ധാരണയിലെത്തിയതിനെ തുടർന്ന് ചെയർമാൻ സ്ഥാനത്തു നിന്നും MR മുരളി രാജിവെച്ചിരുന്നു. തുടർന്ന് വൈസ് ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനങ്ങളും രാജിവെച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. നഗരസഭയിൽ CPIMന് 12ഉം JVSന് 8ഉം കൗൺസിലർമാരുണ്ട്. തെരഞ്ഞെടുപ്പിൽ CPIM JVS സഖ്യത്തിന് 20 വോട്ടും ലഭിച്ചു. നെന്മാറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പനിരോഗ പ്രതിരോധ ക്ലാസ് നടത്തി. ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് R ചന്ദ്രൻ അധ്യക്ഷനായി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, അംഗൻവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ ക്ലാസ്സിൽ പങ്കെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞഹമ്മദ് ക്ലാസ് എടുത്തു.
എ യൂസഫ്, ലക്ഷ്മിക്കുട്ടിയമ്മ, പത്മിനി ശിവപ്രസാദ്, മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. കാര്യമായി കണ്ടുവരുന്ന രോഗമാണ് ഡെങ്കിപ്പനി. ഈ മഴക്കാലത്തിന്റെ ആരംഭത്തോടെ സാധാരണഗതിയിൽ ജൂലൈ മാസത്തിലാണ് അവിടെ കൂടുതൽ കണ്ടുവരുന്നുണ്ടായിരുന്നത്. ഈ മഴക്കാലത്ത് നമുക്ക് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ ഈ വേനൽക്കാലത്തിന്റെ അവസാനത്തോടെ തന്നെ കാര്യമായി വേനൽമഴ ലഭിക്കാത്തതുകൊണ്ട് പോലും പല സ്ഥലത്തും ഡെങ്കിപ്പനി ധാരാളമായി കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് HIV ബാധിതർക്ക് സഹായം വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. HIV ബാധിതരായ കുട്ടികൾക്ക് പഠനോപകരണം, HIV ബാധിതരായ സ്ത്രീകൾക്ക് വസ്ത്രം എന്നിവയാണ് വിതരണം ചെയ്യുന്നത്. ജൂൺ 15-ാം തീയതി ജോബീസ് മാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ആന്ധ്രാപ്രദേശ് ഗവർണർ ESL നരസിംഹം പഠനോപകരണങ്ങളും വസ്ത്രങ്ങളും വിതരണം ചെയ്യും. MP രാജേഷ് MP അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ P സജു മനോജ്, M ശിൽവൻ, C സുജിത്ത് എന്നിവർ പങ്കെടുത്തു. പാലക്കാട് ഡിസ്ട്രിക്ട് നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന HIV ബാധിച്ചവരുടെ ഒരു കൂട്ടായ്മയായിട്ട് സുമതിയാണ് അതിന്റെ സംഘാടക. അവരുടെ ഓഫീസ് ജില്ലാശുപത്രിന്റെ ഇൻവെസ്റ്ററായിട്ടാണ് 2006 മുതൽ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. 2006 മുതൽ നമ്മൾ അവരിലൂടെയാണ് അവിടെയാണ് നമ്മുടെ ജില്ലാശുപത്രിയായിട്ട് നമ്മുടെ ഓഫീസുണ്ട്. അവിടെയാണ് രോഗികളെല്ലാം രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് രോഗികളെ കണ്ടെത്തുന്നതിനായിട്ടും സഹായിക്കുന്നതിനായിട്ടുള്ള മാർഗങ്ങൾ. യാക്കര പാലത്തിനു സമീപം മത്സ്യാവശിഷ്ടങ്ങൾ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നം സൃഷ്ടിക്കുന്നു. പാലത്തിനു സമീപം മീൻ വിൽപ്പന നടത്തുന്നവർ അവിടെ തന്നെ അവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് പരിസ്ഥിതി പ്രശ്നത്തിന് കാരണം. മഴക്കാലമായതോടെ മത്സ്യത്തിന്റെ അവശിഷ്ടം ചീഞ്ഞളിഞ്ഞ് രൂക്ഷമായ ദുർഗന്ധം പരത്തുന്നു. പരിസ്ഥിതി പ്രശ്നത്തിനെതിരെ ആരോഗ്യവകുപ്പോ നഗരസഭയോ നടപടിയെടുക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കുട്ടികൾക്കൊന്നും ഇവിടെ ഇരിക്കാൻ വഴിയില്ല, കൊതുവിന്റെ തല്ലിയ അത് അങ്ങനെയായിട്ട് തീരെ മനസ്സുമുട്ടിലേക്ക് ഈ വെള്ളങ്ങളൊന്നും പോകാൻ വഴിയില്ല. ഈ വാർഡിലെ വേസ്റ്റുകൾ കംപ്ലീറ്റ്, ഈ ഭാഗത്ത് വരുന്ന വേസ്റ്റുകൾ കംപ്ലീറ്റ് മുനിസിപ്പാലിറ്റിക്ക് കയറ്റിവിടാൻ ഒരു വേസ്റ്റ് ഡെപ്പ് ഇവിടെ ആവശ്യമാണ്. ആ വേസ്റ്റ് ഡെപ്പിനെ പറ്റി വേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ കൗൺസിൽ ഇവിടെ എത്രയും പെട്ടെന്ന് ഒരു നടപടി ഇവിടെ എടുക്കണം എന്നാണ് ഇവിടെ പറയാനുള്ളത്. പ്രാദേശിക ജനങ്ങൾ, ഈ ജനങ്ങൾ മുതൽ കണ്ണാടിക്കാരും ഗ്ലാശേരിക്കാരും വരെ അനുഭവിക്കണം. ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും രജിസ്ട്രേഷൻ എടുക്കണമെന്ന് ആലത്തൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ അറിയിച്ചു. രജിസ്ട്രേഷൻ പുതുക്കുന്നതിനും അപേക്ഷ നൽകിയവർ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണം. നെല്ലിയാമ്പതിയിൽ മലയിടിയുവാനും മരം വീഴുവാനും സാധ്യത. മഴക്കാലമായതോടെ നെല്ലിയാമ്പതി ചുരം റോഡുകളിൽ മണ്ണിടിയാനും മരം വീഴുവാനും സാധ്യത ഏറെയാണ്. ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ വ്യാപകമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മണ്ണിടിഞ്ഞ് അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വൻ പാറക്കഷ്ണങ്ങൾ വീഴുന്നത് ഏറെ അപകടമാണ്. ചരിഞ്ഞു നിൽക്കുന്ന മരങ്ങളും കുത്തനെ നിൽക്കുന്ന പാറക്കഷ്ണങ്ങളും മഴ ശക്തമായതോടെ വീഴാൻ സാധ്യതയുണ്ട്. ഇനിയൊരു ഇടവേള. സ്പോൺസർഡ് ബൈ കല്യാൺ സിൽക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. ക്ലാസിക് സിൽക്സ്, ക്ലാസിക് ജംഗ്ഷൻ, കൊടുവായൂർ. യശോറാം സിൽവർ മാൾ, കോർട്ട് റോഡ്, പാലക്കാട്. കല്യാൺ ജുവലേഴ്സ്, കാരണം എല്ലാവർക്കുമുണ്ടല്ലോ ഒരു വജ്രം എന്ന മോഹം. MK സിൽക്സ്, TB റോഡ്, പാലക്കാട്. ഇനി വർണ്ണങ്ങളിൽ വിരിയട്ടെ സ്വർണത്തിൻ പൊൻതിളക്കം. ഡ്രസ് വേൾഡ്, ഓൺലി അറ്റ് TB റോഡ്, പാലക്കാട്. ദ വേൾഡ് ഓഫ് ഫാഷൻ. അമ്മയുടെ പ്രശ്നം ഡയമണ്ട് ദോഷം, അച്ഛനോ ഡയമണ്ട്സിന് റീസെയിൽ വാല്യൂ ഇല്ലെന്ന്. അത്രേ ഉള്ളൂ. വാ, ഡയമണ്ട് ഒരു കമ്മല് വേണം. മേരക്കിഷ്ടം നെക്ലസ് ആണ്. ഒരു മിനിറ്റ്, പാക്ക് ദിസ്. ടേക്ക് ദാറ്റ് വൺ. ബഡ്ജറ്റ് കൂടിയോ? ബാലൻസ് ഉണ്ട്. ആദ്യം ഈ കമ്മലുണ്ടായി അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയുടെ ചീത്ത ഉറപ്പാ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഡയമണ്ട്സ് ഈ വീട്ടിൽ കയറ്റരുതെന്ന്. അച്ഛനെന്താ ഡയമണ്ട്സ് വാങ്ങാൻ കഴിയാഞ്ഞിട്ടാ? എനിക്ക് ദോഷം വരുമെന്ന് കരുതിയിട്ടല്ലേ? അപ്പൊ നീ പറയേണ്ടത് അമ്മ ഇത് ബ്ലാക്ക് ഡോട്ടുകൾ ഇല്ലാത്ത, ദോഷങ്ങൾ ഒട്ടുമില്ലാത്ത കല്യാൺ ഡയമണ്ട്സ് ആണ്. അമ്മയ്ക്ക് ഇത് ഐശ്വര്യമേ കൊണ്ടുവരൂ. ഇപ്പൊ ഇവിടെ അച്ഛൻ ഇടപെടും. ദോഷമില്ലായിരിക്കും, പക്ഷേ റീസെയിൽ വാല്യൂ ഇല്ലെങ്കിൽ ഡയമണ്ട്സ് വെറും കല്ലല്ലേ. അച്ഛാ, കല്യാൺ ഡയമണ്ട്സിന് IGI സർട്ടിഫിക്കറ്റ് ഉണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എവിടെയും കിട്ടും വാങ്ങിയ വില. അപ്പ അമ്മ സന്തോഷത്തോടെ പറയും, ആനിവേഴ്സറി ആയിട്ട് അവൾക്ക് കൂടി ഒന്ന് വാങ്ങായിരുന്നു. കല്യാൺ ജുവലേഴ്സ്, കാരണം എല്ലാവർക്കുമുണ്ടല്ലോ ഒരു വജ്രം എന്ന മോഹം. അതുല്യവും അമൂല്യവുമാണ് വെള്ളി. വെള്ളിയിൽ വിടരുന്ന വിവിധ രൂപഭാവങ്ങൾ നമ്മുടെ വീടുകൾക്ക് എന്നും ഐശ്വര്യമേകുന്നു. യഥാർത്ഥ വെള്ളിയുടെ 9 to 5 പരിശുദ്ധിയേകി യശോറാം വളരെ കുറഞ്ഞ കാലയളവിൽ ജനപ്രിയ സ്ഥാപനമായി മാറി. ഞങ്ങളിൽ നിന്നും വാങ്ങുന്ന വെള്ളി ആഭരണങ്ങൾ തിരിച്ചു നൽകുമ്പോൾ അന്നത്തെ മാർക്കറ്റ് വില ലഭിക്കുന്നു എന്നത് യശോറാമിന്റെ മാത്രം പ്രത്യേകതയാണ്. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള എല്ലാവിധ വെള്ളി ആഭരണങ്ങളും നിറഞ്ഞ മനസ്സോടെ അണിയാൻ ഇനി ആരുടെയും മനസ്സ് കൊതിക്കും.
ഭാരതത്തിന്റെ പാരമ്പര്യവും സാംസ്കാരികവും വെള്ളിയിലൂടെ ഇഴചേർത്ത് പാദസരങ്ങൾ, വിളക്കുകൾ, പാത്രങ്ങൾ, പൂജാ സാമഗ്രികൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അത്യപൂർവ കളക്ഷൻസ്. പാലക്കാടിന്റെ ഹൃദയവിശുദ്ധിക്ക് വെള്ളി തിളക്കമേകുന്നു യശോറാം സിൽവർ മാൾ. യശോറാം സിൽവർ മാൾ, കോർട്ട് റോഡ്, പാലക്കാട്. എന്റെ ജീവിതത്തിൽ ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നു ഒരു നേർത്ത പട്ടിന്റെ നിർമ്മല സ്പർശം. എന്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് ലഭിച്ചു. ആത്മനിർവൃതിയുടെ ഒരു ക്ലാസിക് സ്പർശം എന്റെ ജീവിതത്തിലുടനീളം. വിവാഹ സ്വപ്നങ്ങൾ സാർത്ഥകമാക്കാൻ, വിശേഷാവസരങ്ങൾ ആകർഷണീയമാക്കാൻ ക്ലാസിക് സിൽക്സ് നിങ്ങൾക്കായി പട്ടിന്റെ ഉത്സവം ചമയ്ക്കുന്നു. വിശ്വാസത്തിന്റെയും സ്നേഹബന്ധങ്ങളുടെയും പട്ടുനൂലിഴ കൊണ്ട് ഊടും പാവും തീർത്ത അതുല്യമായ പട്ടിന്റെ ഇതിഹാസം ക്ലാസിക് സിൽക്സ്. നിങ്ങളുടെ മനസ്സറിഞ്ഞ മംഗല്യപ്പട്ടിലൂടെ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നു ആത്മസംതൃപ്തിയുടെ ക്ലാസിക് സ്പർശം. ക്ലാസിക് സിൽക്സ്, ക്ലാസിക് ജംഗ്ഷൻ, കൊടുവായൂർ, പൊള്ളാച്ചി റോഡ്, കൊല്ലങ്കോട്. വാർത്തകളിലേക്ക്. തത്തമംഗലം SM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ നടത്തിയ